ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയും ഐഡിയ ഇല്ലാത്ത തുടക്കക്കാരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഡ്രൈവിങ്ങിലെ ഒരു വലിയ അബദ്ധമുണ്ട്. ഇത് കയറ്റങ്ങളിൽ പല ആൾക്കാർക്കും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ നിരപ്പ് റോഡുകളിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു അബദ്ധം പലർക്കും സംഭവിക്കാറുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ഗിയറിനെ കുറിച്ചുള്ള ഒരു ഡ്രൈവിംഗ് സീക്രട്ട് ഉണ്ട്. ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആൾക്കാർക്കും തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇതിനെക്കുറിച്ചില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ അബദ്ധങ്ങൾ അപകടങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക്, പല സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന പലർക്കും തന്നെ, പല സ്റ്റുഡൻസിനും തന്നെ ഫസ്റ്റ് ഗിയർ എന്താണെന്നോ ഫസ്റ്റ് ഗിയറിൻ്റെ ആ ഒരു സ്വഭാവ രീതി, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ എങ്ങനെയാണ് ഡ്രൈവിങ്ങിൽ പ്രതികരിക്കുന്നതെന്നോ ഒന്നും പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ല. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫസ്റ്റ് ഗിയർ എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വാഹനത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടോർക്കുള്ളൊരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു വാഹനത്തെ നീക്കാനായിട്ടുള്ള ഒരു ശേഷി, നമ്മുടെ വാഹനത്തെയും നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെയും വാഹനത്തിനുള്ളിലുള്ള ലഗേജ് ഉൾപ്പെടെയുള്ള വെയിറ്റ് എല്ലാം കൂടെ ഉൾപ്പെടെയുള്ള ആ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് ഈസി ആയിട്ട് നീക്കാനായിട്ടുള്ള ഒരു ശേഷിയുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ. അതിനോടടുത്ത് സമാനമായിട്ടുള്ള ഒരു പവറുള്ള ഒരു ഗിയറാണ് റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി എടുത്താൽ വണ്ടി നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഒരു പരിധിക്കപ്പുറേ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടിക്ക് സ്പീഡ് കൂടത്തില്ല. ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഞാൻ എന്ത് വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ എന്ത് ചെയ്തു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്ത് ഒന്ന് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ആക്കി ഞാനിതുണ്ടോ വണ്ടി നേരെയാക്കി. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ ഇട്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും, ഓഫായി പോകും. കാരണം അതിനുള്ള ഒരു ശേഷി സെക്കൻഡ് ഗിയറിനില്ല. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ നോക്കുക, വണ്ടി എടുത്തപ്പം ഇതുണ്ടോ ആക്സിലറേഷൻ ഞാൻ കൊടുക്കുകയാണ്. ഇനി കൂടുതൽ കൊടുത്താൽ, ഇപ്പം ഞാൻ ചവിട്ടി ആക്സിലറേഷൻ കൊടുത്താലും നമ്മുടെ വണ്ടി എന്ത് ചെയ്യും, പിടിച്ചു പോകും. ഒരു പരിധിക്കപ്പുറം സ്പീഡിലേക്ക് വരത്തില്ല. അപ്പോൾ സ്പീഡ് നമുക്ക് കൂട്ടണം, വാഹനത്തിന് വേഗത കൂടണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയർ വണ്ടിക്ക് സ്പീഡ് ആക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടെങ്കിൽ മാത്രമേ വാഹനത്തിൻ്റെ വേഗത പിന്നീട് വർദ്ധിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിയേ, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കാല് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വാഹനത്തിൻ്റെ വേഗത വീണ്ടും കൂടുവാണ്. അപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് സ്പീഡ് ആക്കിയിട്ടിടണം. അപ്പോൾ അതിന് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ സെക്കൻഡ് കൊടുത്തു. ഇനി നമ്മൾ തേർഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡ് ആക്കുക, റോഡ് സ്ട്രെയിറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക, ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡ് ആക്കുക. ഈ സെയിം ടൈമിൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിൽ വെക്കണം. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡ് ആക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആയല്ലോ, ഈ സമയത്ത് ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയക്കുക. ഈ ടൈമിൽ ക്ലച്ച് പിടിക്കുക, തേർഡ് കൊടുക്കുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കണ്ടോ നമ്മുടെ വാഹനം തേർഡ് ഗിയറിൽ ഇപ്പോൾ അത്യാവശ്യം സ്പീഡിൽ നമ്മുടെ വണ്ടി വരികയാണ്. അങ്ങനെ ഓരോ ഗിയറും മുന്നോട്ടിടുന്നതിനനുസരിച്ച് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ തേർഡ് കൊടുത്തത് ഒരു സ്ട്രെയിറ്റ് റോഡിലാണ്. അപ്പോൾ ഫോർത്ത് കൊടുക്കുന്നതും കുറച്ചും കൂടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡിൽ വരുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മൾ ഫോർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഇങ്ങനെ തേർഡിൽ വരികയാണ്, ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കുന്ന ആദ്യം ഏകദേശം ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത് വണ്ടിക്ക് വേഗതയാക്കിയിട്ട് ആക്സിലറേഷൻ ജസ്റ്റ് അയച്ചു. ആ സെയിം ടൈമിൽ ഇതേ ഫോർത്ത് ക്ലച്ച് പിടിച്ച് ഫോർത്ത് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് നമുക്കിവിടെ മുന്നിലായിട്ട് ഒരു ഗട്ടറോ കയറ്റോ ഒക്കെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഗട്ടർ വരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ വാഹനത്തിനുള്ളിൽ ഇതുണ്ടോ ഒരു വല്ലാത്ത ജെർക്കാണ് ഇട്ടത്. അപ്പം നമ്മൾ ഗട്ടർ വന്നതുകൊണ്ട് എന്ത് ചെയ്തു, ഫോർത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങൾ മറ്റൊരു ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് കാലെടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും, ഇങ്ങനെ
ഇങ്ങനെ വാഹനം ഒന്ന് ഒലയും, വണ്ടി ഒന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത് ഡ്രൈവിങ്ങിലെ ഒരു അബദ്ധമാണ്. കാരണം ഈ അബദ്ധം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ കോ ഡ്രൈവർ സീറ്റിൽ ഒരാൾ ഉണ്ട്, അവർ മുന്നിലേക്ക് ആഞ്ഞ് അവരുടെ തലയോ മുഖമോ ഒക്കെ മുൻവശത്തേക്ക് വരാനും ഇടിക്കാനും ഉള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പുറകിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, മുന്നിലേക്ക് അവർ മുന്നിലേക്ക് ആഞ്ഞു വന്ന് അവരുടെ തലയും മുഖമൊക്കെ ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ സംഭവിക്കുന്ന അബദ്ധം ഒഴിവാക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഞാനിവിടെ ഇത് തേർഡ് കൊടുത്തു, ഫോർത്തിലേക്ക് ഇട്ട് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്കിവിടെ മുന്നിലായിട്ട് നല്ലൊരു കയറ്റം വന്നു. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കണം. ഫസ്റ്റ് കൊടുത്ത് കയറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജെർക്കില്ലാതെ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതേ ഞാൻ ജെർക്കില്ലാതെ ഫസ്റ്റ് കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതേ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ വാഹനം എടുത്തു. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ ഫസ്റ്റ് കൊടുത്ത സമയത്ത് ഫോർത്തിൽ നിന്ന് ഡയറക്റ്റാണ് ഫസ്റ്റ് കൊടുത്തത്. ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ എൻ്റെ വാഹനത്തിനുള്ളിൽ ജെർക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ജെർക്ക് വരാതിരുന്നത് എന്താണ്? അപ്പം ഞാനിവിടെ ഡ്രൈവിങ്ങിൽ പ്രയോഗിച്ച ചെറിയൊരു ടെക്നിക്കുണ്ട്. ഈ ഒറ്റ ടെക്നിക്ക് മതി നിങ്ങൾ എപ്പോഴൊക്കെ ഡ്രൈവിങ്ങിൽ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്ന സാഹചര്യം, നമ്മളൊരു ജംഗ്ഷന് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും, മറ്റൊരു ഗിയറിൽ നിന്ന് സ്കിപ്പ് ചെയ്തിടേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ നമ്മൾ ഓടിച്ച് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സെക്കൻഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കേണ്ടി വരും. സെക്കൻഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് തള്ളിക്ക് സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ഫസ്റ്റ് കൊടുക്കുകയാണേ, ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആക്സിലറേഷൻ അയച്ചു, ജസ്റ്റ് ബ്രേക്കിലും കൂടെ വന്ന് വണ്ടി നന്നായിട്ട് സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ചെയ്ത അവിടുത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തു നല്ല രീതിയിൽ. എന്നാൽ സ്ലോ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വണ്ടി നിർത്തി എന്നല്ല, നിർത്താതെ ചെറിയൊരു അനക്കം മാത്രം വാഹനത്തിന് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ജെർക്ക് വരാത്ത രീതിയിലുള്ള ചെറിയ റണ്ണിങ് മാത്രം നിലനിർത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലോ ചെയ്യുകയാണ്, ബ്രേക്കേ സ്ലോ ചെയ്യുകയാണ്. ഇപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സെക്കൻഡിലേക്ക് ഇട്ടു, വീണ്ടും ഞാനിത് സ്പീഡിൽ ഡ്രൈവ് ചെയ്യാം, തേർഡിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് സ്പീഡാക്കി ഫോർത്തിലേക്ക് ഇട്ടു. ഇപ്പം ഞാനൊരു 40 കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കേ വന്ന് വണ്ടിയുടെ വേഗത ഇതുകൊണ്ട് കുറച്ച് ഇപ്പം ഒരു 30 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒപ്പം തന്നെ ഇങ്ങനെ വന്ന് ക്ലച്ച് പിടിച്ച് വണ്ടിയുടെ റണ്ണിങ് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് വേഗത വന്നു, ഫസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തു, ആക്സിലറേഷൻ കൊടുത്തു. അപ്പോൾ ജെർക്ക് വന്നില്ല. അപ്പോൾ ജെർക്ക് വരാതിരിക്കാനായിട്ട് ഫസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ബ്രേക്കേ വന്ന് വണ്ടിയുടെ വേഗത സാവധാനം കുറയ്ക്കുക. അപ്പോൾ വണ്ടിയുടെ വേഗത കുറഞ്ഞ് നമുക്ക് ആ റണ്ണിങ് നല്ല രീതിയിൽ കുറയുമ്പോഴത്തേന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ബ്രേക്കേ വന്ന് വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ട് ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. ഈ സമയത്ത് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു, പതിയെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് വീണ്ടും വന്നതുണ്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മറ്റൊരു ഗിയറിൽ നിന്ന്, ഇപ്പോൾ സെക്കൻഡിൽ നിന്നായിക്കോട്ടെ, തേർഡിൽ നിന്നായിക്കോട്ടെ, ഫോർത്തിൽ നിന്നായിക്കോട്ടെ, ഫിഫ്ത്തിൽ നിന്നായിക്കോട്ടെ, നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്തുള്ള ഷിഫ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് മാത്രമേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.